40 നാളുപവസിക്കാം, വിശക്കുന്നവനപ്പം കൊടുക്കാം. ഈശായ്സുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം. മോശയും ഏലിയാവും 40 ദിവസം നോമ്പെടുത്തു. നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കറുസായെ ജയിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ വലിയ നോമ്പിൻ്റെ അവസാന ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന സാഹചര്യം. 6ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഇനിയുള്ള ദിവസങ്ങൾ അനാവശ്യമായ കലഹങ്ങളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും മാറി സ്വയം നമ്മെ തന്നെ വിലയിരുത്താനും പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാനും നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. ഈ ആഴ്ചയിൽ നാം ധ്യാനിക്കുന്നത് ജന്മനാ കുരുടനായ മനുഷ്യൻ്റെ സൗഖ്യത്തെക്കുറിച്ചാണല്ലോ. അപ്പോൾ ഈ വേദഭാഗത്ത് ശിഷ്യന്മാർ ചോദിച്ച ഒരു പ്രധാന ചോദ്യമുണ്ട്. ഇവൻ കുരുടനായി ജനിച്ചത് ആരുടെ പാപനിമിത്തം എന്ന്. ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ശിഷ്യന്മാരുടെ ഈ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് പറയുന്നത് ഇവൻ പാപം ചെയ്തതുകൊണ്ടല്ല, മറിച്ച് ഇവനിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും കുറവുകളെയും പോരായ്മകളെയും വെറുപ്പോടെ നാം കാണരുതെന്നതാണ്. അതായത് പലപ്പോഴും നമ്മുടെ പരിമിതികളിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപയും ശക്തിയും നമ്മിലേക്ക് വെളിവാകുന്നത് എന്നുള്ളതാണ് ഈ കുരുടനായ മനുഷ്യനിലൂടെ നമുക്ക് ഒന്നാമത് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ രണ്ടാമത് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ വീഴ്ചകളിൽ കാരണങ്ങൾ തിരയുന്നതിനേക്കാൾ അവരെ കൈപിടിച്ചുയർത്താനാണ് നാം ശ്രമിക്കേണ്ടതെന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ മുന്നിൽ ഒരാൾ കഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് കുറ്റപ്പെടുത്താനും കാരണം കണ്ടെത്താനുമാണ് പലരും ശ്രമിക്കാറുള്ളത്. എന്നാൽ ഒരാൾ കഷ്ടപ്പെടുമ്പോൾ അത് അയാളുടെ കുറ്റം കൊണ്ടാണെന്ന് വിധി എഴുതുന്നത് എളുപ്പമാണ്. എന്നാൽ ന്യായവിധിയേക്കാൾ വലുതാണ് കരുണ എന്നത് കർത്താവ് ഇവിടെ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ നമ്മുടെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്താതിരിക്കുക എന്നതാണ് അവരോട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതി എന്നുള്ളത് നമുക്ക് വേദഭാഗം മനസ്സിലാക്കി തരികയാണ്. അതുപോലെ മൂന്നാമത് ശീലോഹംകുളത്തിലേക്ക് നടന്നു നീങ്ങിയ ആ കുരുടൻ നമുക്ക് നൽകുന്ന വലിയൊരു ജീവിതപാഠമുണ്ട്. അതായത് കാഴ്ചയില്ലാത്ത അവസ്ഥയിലും പരിചിതമല്ലാത്ത വഴികളിലൂടെ തപ്പിത്തടഞ്ഞു പോയി ആ കുളത്തിൽ മുഖം കഴുകാൻ അവൻ കാണിച്ച ആർജവം അതവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ കേവലം അറിവോ ആഗ്രഹമോ മാത്രം പോരാ, മറിച്ച് പലപ്പോഴും നമുക്ക് വഴികാട്ടിത്തരുന്ന ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും നിർദ്ദേശങ്ങൾ നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതായി തോന്നാം. എന്നാൽ അവ പൂർണ്ണ വിശ്വാസത്തോടെ ആ വാക്കുകളെ അനുസരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ അന്ധകാരം മാറി അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കുരുടൻ്റെ അന്ധത മാറിയത് കുളത്തിലെ വെള്ളം കൊണ്ടല്ല, മറിച്ച് കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച അവൻ്റെ മനസ്സുകൊണ്ടാണ്. അതുപോലെ നാലാമത് കർത്താവ് ഇവിടെ മണ്ണുകൊണ്ടാണ് അവന് സൗഖ്യം നൽകുന്നത്. നമുക്കറിയാം, ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നാം വായിക്കുന്നു, മനസ്സിലാക്കുന്നു. എന്നാൽ അതിനെ ഒന്നുകൂടി നമ്മളിലേക്ക് എത്തിക്കുകയും കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. ആ മണ്ണുകൊണ്ട് തന്നെയാണ് കർത്താവ് ഈ കുരുടനായ മനുഷ്യനെ റീക്രിയേറ്റ് ചെയ്യുന്നതും. ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.